കുംഭമേളയിലെ അപകടത്തെക്കുറിച്ചുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ജസ്റ്റിസ് ഹർഷ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അപകട കാരണം അന്വേഷിക്കുന്നത്. VIP പ്രോട്ടോകോളാണ് അപകട കാരണമെന്ന ആരോപണം UP സർക്കാർ നിഷേധിച്ചു. ഇന്നലെ പുലർച്ചെ ഒരു VIP വാഹനവും കടത്തിവിട്ടിരുന്നില്ല എന്ന് സർക്കാർ വിശദീകരണം നൽകുന്നുണ്ട്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ കുംഭമേളയിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 3-അംഗ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയിരുന്നത്. അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹർഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മീഷനിൽ മറ്റ് 2 അംഗങ്ങൾ കൂടി, അതായത് മുൻ DG VK ഗുപ്ത, അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥനായ DK സിംഗ് എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ പ്രവർത്തനം ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഇവർ ഈ അപകടം നടന്ന സ്ഥലത്തെത്തി ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ വിശദീകരണം കേൾക്കുമെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തുകയും ഈ മറ്റു പ്രവർത്തനങ്ങൾ, അതായത് കുംഭമേളയിലെ ഇപ്പോൾ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ, നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കടുത്ത നിയന്ത്രണങ്ങൾ, അതായത് യോഗി ആദിത്യനാഥിന്റെ സന്ദർശനത്തിന് ശേഷം ചില കടുത്ത നിയന്ത്രണങ്ങൾ പ്രയാഗ്രാജിൽ ഇപ്പോൾ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് സമീപത്തേക്ക് 4 ചക്ര വാഹനങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അവശ്യ സർവീസ് ഒഴികെ മറ്റൊരു 4 ചക്ര വാഹനത്തെയും ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നതായിരിക്കില്ല. ഫെബ്രുവരി 4 വരെയാണ് ഈ പ്രദേശം നോ വെഹിക്കിൾ സോൺ ആയി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ഈ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി, ഒരു ആക്ഷേപമായി ഉയർന്നു വന്നിരുന്നത് ഈ VIP-കളുടെ ഈ ത്രിവേണി സംഗമത്തിലേക്കുള്ള സന്ദർശനമാണ് എന്നതാണ്. കാരണം അവരുടെ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ വാഹനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന പ്രോട്ടോകോൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അപകടത്തിന് കാരണമായിരുന്നു എന്ന ഒരു ആരോപണം വഴിവെച്ചിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ ആ ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ അപകടം നടന്ന സമയത്തൊന്നും ഒരു 4 ചക്ര വാഹനത്തെയും അങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഫെബ്രുവരി 4 വരെ, അതായത് ബസന്ത് പഞ്ചമി കഴിയുന്നത് വരെ ത്രിവേണി സംഗമത്തിൻ്റെ സമീപത്തേക്ക് 4 ചക്ര വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജ് ജില്ലയിലേക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള സമീപ പ്രദേശത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള വരുന്ന വാഹനങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുകയാണെങ്കിലും ഈ കുംഭമേള യാതൊരു തടസ്സവുമില്ലാതെ ഇപ്പോഴും മഹാകുംഭമേള പുരോഗമിക്കുന്നുണ്ട്. ഇന്നലത്തെ കണക്ക്, അതായത് ഇന്നലെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അമൃത സ്നാനം, മൗനി അമാവാസി ദിനത്തിലെ സ്നാനം. അതിന് ഏതാണ്ട് 5.5 കോടി ജനം ഇന്നലെ ഈ അപകടമൊക്കെ ഉണ്ടായെങ്കിലും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു എന്നാണ് അനൗദ്യോഗികമായി UP സർക്കാർ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ ഇന്ന് പുറത്തു വരുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ സംഖ്യ കൂടാനാണ് ഈ സാധ്യത. ഏതായാലും ഇപ്പോഴും വലിയ തിരക്കാണ് ഈ ത്രിവേണി സംഗമത്തിന് സമീപ പ്രദേശങ്ങളിലുള്ളത്. അമൃത സ്നാനം ചെയ്യുന്നതിനായി നിരവധി പേരാണ് ഇപ്പോഴും ഈ പ്രയാഗ്രാജിലേക്കും അതുപോലെ തന്നെ ത്രിവേണി സംഗമത്തിലേക്കും ഈ ഒരു അപകടം മുൻനിർത്തി കൂടുതൽ നീക്കുപോക്കുകൾ നടത്തിയിട്ടുമുണ്ടാകും അല്ലേ ബാലു? കാരണം ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ടല്ലോ. തീർച്ചയായും വലിയ നിയന്ത്രണങ്ങൾ, അതാണ് ഇന്നലെ യോഗി ആദിത്യനാഥിൻ്റെ ഈ കുംഭമേളയിലെ നഗറിലേക്കുള്ള സന്ദർശനത്തിന് ശേഷം ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നടന്ന ചർച്ചകൾക്ക് ശേഷം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൗനി അമാവാസി ദിനം കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം നടക്കുന്നത് ബസന്ത് പഞ്ചമി ദിനത്തിലാണ്. അതായത് ഫെബ്രുവരി 3-നാണ് ഇനി ആ സ്നാനം നടക്കേണ്ടത്. ഈ മഹാകുംഭമേളയിലെ 5 പ്രധാനപ്പെട്ട സ്നാനങ്ങളിൽ 2 ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനങ്ങളാണ് ഈ മൗനി അമാവാസി ദിനത്തിലെ സ്നാനവും അതുപോലെ തന്നെ ഈ ബസന്ത് പഞ്ചമി ദിനത്തിലെ സ്നാനവും. ഇന്നലെ ഉണ്ടായതിന് സമാനമായ തിരക്കുകൾ തന്നെയായിരിക്കും ഈ ബസന്ത് പഞ്ചമിയുമായി ബന്ധപ്പെട്ടുള്ള സ്നാനത്തിനും ഉണ്ടാകുക എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നുമൊക്കെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഈ അവിടെ എത്തുന്നതിന്, ഈ ബസന്ത് പഞ്ചമി ദിനത്തിലെ സ്നാനത്തിനായി എത്തുന്നതിനായി ഈ ടിക്കറ്റും മറ്റും ബുക്ക് ചെയ്തിട്ടുള്ള. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും
ബസന്ത് പഞ്ചമി സ്നാനം കഴിയുന്നത് വരെ ഇതൊരു നോ വെഹിക്കിൾ സോണായി, അതായത് പ്രയാഗ്രാജിൻ്റെ ത്രിവേണി സംഗമത്തിൻ്റെ സമീപ പ്രദേശം ഒരു നോ വെഹിക്കിൾ സോണായി ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ഭക്തർക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ സഞ്ചാരത്തിന് യാതൊരു തടസ്സവും വാഹനങ്ങൾ സൃഷ്ടിക്കരുത് എന്നുള്ള ഒരു കടുത്ത നിബന്ധന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോ വെഹിക്കിൾ സോൺ ഉത്തരവ് ഇപ്പോൾ UP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ശരി ബാലു, എന്തായാലും മഹാകുംഭമേളയ്ക്ക് ഇടയുണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇന്ന് ആരംഭിക്കും.